ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്നും ഡിഫറൻഷ്യൽ ഇക്വേഷൻ എത്ര ടൈപ്സ് ഉണ്ടെന്നും നമുക്ക് എങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ സോൾവ് ചെയ്യാന്നുള്ളതെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതില് 3 കേസ് ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. കേസ് 1 നമ്മൾ പഠിച്ചായിരുന്നു. എന്തുവാണ് എമ്മിന്റെ വാല്യൂസ് എല്ലാം സെയിം ആണെങ്കിൽ എന്തുവാണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. നെക്സ്റ്റ് നമ്മൾ കേസ് 2 പഠിക്കുന്നത് എമ്മിന്റെ വാല്യൂസ് ഡിഫറെന്റ് ആയി കഴിഞ്ഞാൽ എന്തുവാണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. തേർഡ് നമ്മൾ പഠിച്ചായിരുന്നു എമ്മിന്റെ വാല്യൂസ് ഒരു ഇമാജിനറി ആണ് കിട്ടുവാണെങ്കിൽ എന്തുവാണെന്ന്. പക്ഷെ നമ്മൾ 2 കേസിന്റെയും ഓരോ പ്രോബ്ലം ഇങ്ങനെ ചെയ്തു. തേർഡ് കേസിൽ അതായത് ഇമാജിനറി വരുവാണെങ്കിലുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. അതിലോട്ട് പോവാം. Question: solve d square y by dx square minus 4 dy by dx plus 13y equal to 0. നമ്മൾ എന്തുവാണ് നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്ത അതേ സെയിം മെത്തേഡ് തന്നെയാണ്. ഫസ്റ്റ് എന്തുവാ d by dx equal to capital D കൊടുക്കുന്നു. ഈ ഇക്വേഷനില് d square y by dx square എന്ന് പറയുമ്പോൾ അവിടെ d square y നെക്സ്റ്റ് അടുത്ത് മൈനസ് 4 dy by dx ന് പകരം ആദ്യം d by dx ന് ക്യാപിറ്റൽ D y അതുപോലെ എഴുതാം പ്ലസ് 13y ഈക്വൽ ടു 0. നെക്സ്റ്റ് കഴിഞ്ഞ ക്ലാസ്സില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇക്വേഷൻ കിട്ടി കഴിഞ്ഞാൽ എന്തുവാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്, y കോമൺ എടുക്കാൻ ഉണ്ടെങ്കിൽ അത് ആദ്യം എടുക്കുക. 4d പ്ലസ് അതായത് d സ്ക്വയർ മൈനസ് 4d പ്ലസ് 30 ബ്രാക്കറ്റിന്റെ പുറത്ത് y എടുക്കുക. ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ഈ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 ഒന്നും എഴുതേണ്ട കാര്യമില്ല. ഫസ്റ്റ് കേസ് ഇതാണ് വരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുമ്പോൾ എന്തുവാണ് ക്യാപിറ്റൽ D എവിടെ വരുന്നോ അവിടെയെല്ലാം സ്മോൾ ലെറ്റർ എം കൊടുക്കുക. ഈ ഇക്വേഷനിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ എം സ്ക്വയർ മൈനസ് 4m പ്ലസ് 30. അവിടെ ശ്രദ്ധിക്കേണ്ടത് കോമൺ എടുത്ത y നമ്മൾ ഒരിക്കലും എഴുതില്ല, ആ y എന്ന് കളയുക, ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്തുവാണ് ഏത് മെത്തേഡ് ആണെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന മെത്തേഡ് എന്ന് പറയുന്നത് 2 നമ്പേഴ്സ് സെലക്ട് ചെയ്യുക. ആ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യപ്പോ ഈ കോൺസ്റ്റന്റ് വരണം, ആഡ് ചെയ്യപ്പോ ഈ മിഡിൽ ടേമും വരണം. നമ്മൾ 2 നമ്പേഴ്സ് എടുക്കുക. 1ഉം 13ഉം എടുക്കുന്നു. അത് മൾട്ടിപ്ലൈ ചെയ്യപ്പോ എനിക്ക് 13 കിട്ടുന്നു. പക്ഷെ ആഡ് ചെയ്യപ്പോ ഒരിക്കലും -4 വരില്ല. ഏതൊക്കെ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും മൾട്ടിപ്ലൈ ചെയ്യപ്പോ കിട്ടുന്ന നമ്പർ 30 വരുവാണെങ്കിൽ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ -4 വരുന്നില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു മെത്തേഡ് എന്ന് പറയാൻ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. 10th ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തുവാണ് -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ആ ഫോം നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ 10th പഠിച്ചിട്ടുള്ളതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോം. ഇവിടെ ഓരോ ടേംസിന്റെയും കോഷ്യന്റ്, അതായത് ഇവിടെ എമ്മിലാണ് ഇക്വേഷൻ കിടക്കുന്നത്. എം സ്ക്വയറിന്റെ കോഷ്യന്റ് ഇവിടെ എയുടെ പ്ലേസിൽ വരുന്നത് എം സ്ക്വയറിന്റെ കോഷ്യന്റ് ഏതാണ് 1 ആണ്. ബിയുടെ പ്ലേസിൽ വരുന്നത് എമ്മിന്റെ കോഷ്യന്റ് ആണ് എഴുതേണ്ടത്, അത് -4 ആണ്. ലാസ്റ്റ് വൺ സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഇവിടെ 13 ആണ്. 13 എഴുതുക. ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് എം ആണ്. അപ്പൊ എം ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് ഫോർമുലയിലുള്ളത് പ്ലസ് -b എന്ന് പറയുന്നത് എന്തുവാണ്, പിന്നെയും ഒരു -4 ആണ്. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4 സ്ക്വയർ മൈനസ് 4ac 4 ഇൻറ്റു എയുടെ ടേംസ് 1 ആണ്. c 30 ബൈ 2a 2 ഇൻറ്റു 1 മൈനസും പ്ലസ് 4 ആയി മാറും. പ്ലസ് ഓർ മൈനസ് 4ന്റെ സ്ക്വയർ 60 ഇത് മൾട്ടിപ്ലൈ ചെയ്യപ്പോ 52 വരും ബൈ 4 പ്ലസ് ഓർ മൈനസ്. ഇവിടെ നോക്കിയേ റൂട്ടിനകത്ത് 60 മൈനസ് 52 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വലുതിൽ ചെറുത് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് 36 ആണ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വലുതിന്റെ സൈൻ ഏതാണ് മൈനസ് 36 ബൈ 3. നമ്മൾ ഒരിക്കലും മൈനസ് റൂട്ട് പഠിക്കുന്നത്. റൂട്ട് 36 നിങ്ങൾക്ക് അറിയാം. റൂട്ട് 36 ഏതിന്റെ സ്ക്വയർ റൂട്ട് ആണെന്ന് അറിയാം, 60ന്റെ സ്ക്വയർ റൂട്ട് ആണ്. പക്ഷെ ഒരു മൈനസ് വരുന്നത് കൊണ്ട് ആ മൈനസിന് പകരം നമ്മൾ എന്ത് ഐ ഇടും. ഓക്കെ, റൂട്ട് 36ന്റെ സ്ക്വയർ റൂട്ട് 6 ആണ്. ആ മൈനസിന് പകരം ഐ ഇടും ബൈ 2. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നിർത്താം, ഇല്ലായെങ്കിൽ ഏറ്റവും സിംപ്ലിഫിക്കേഷൻ എന്ന രീതിയിൽ വേണ്ട ന്യൂമറേറ്ററില് 2 കോമൺ എടുക്കാം. ബാക്കി വരുന്നത് 2 പ്ലസ് ഓർ മൈനസ് 3i ബൈ 2. കണ്ടപ്പോ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ന ആ ഒരു ഫോം മാറുന്നു. 2 പ്ലസ് ഓർ മൈനസ് 3i എന്ന ഫോമിലാണ് വരുന്നത്. ഈ ഫോമിലെ വരുമ്പോ ശ്രദ്ധിക്കുക ഏതാണ് നമ്മൾ പഠിച്ച ഫോം, ആൽഫ
പ്ലസ് ഓർ മൈനസ് ബീറ്റ ഐ എന്ന ഫോമിലോട്ടായി. ആൽഫ പ്ലസ് ഓർ മൈനസ് ബീറ്റ ഐ നമ്മൾ പഠിച്ചായിരുന്നു. ആൽഫ പ്ലസ് തേർഡ് കേസ് പഠിച്ച ഓർമ്മയുണ്ടല്ലോ, ഇമാജിനറി ആണ് വന്നത്. നമുക്ക് കിട്ടിയ എന്താണ്? ഇമാജിനറി ആണ്. ഇമാജിനറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കാണാൻ നമ്മുടെ പഠിച്ച ഫോർമുല ഇ റേസ് ടു ആൽഫ എക്സ് C1 cos beta x plus C2 sin beta x. ഇതാണ് നമ്മൾ പഠിച്ച കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഇവിടെ ആൽഫയുടെയും ബീറ്റയുടെയും പ്ലേസിൽ എന്താണ് കിടക്കുന്നത് നോക്കാം. ആൽഫയുടെ പ്ലേസിൽ ഏതാണ്? 2 ആണ് കിടക്കുന്നത്. ബീറ്റയുടെ പ്ലേസില് 3 ആണ്. ഒരിക്കലും ഐ എഴുതരുത്. ഐയുടെ കോൺസ്റ്റന്റ് ആയിട്ട് എന്താണോ അടുത്ത് കിടക്കുന്നത് ആ ടേംസ് ആണ് 3. അപ്പൊ കോംപ്ലിമെന്ററി ഫംഗ്ഷനിലോട്ട് പോകുമ്പോൾ ഇ റേസ് ടു ആൽഫ എക്സ് 2x C1 cos ബീറ്റയുടെ പ്ലേസിൽ 3x പ്ലസ് C2 sin 3x. ഇതാണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. പക്ഷെ നമ്മുടെ ഫൈനൽ ആൻസർ ഞാൻ പറഞ്ഞു, ഒരിക്കലും കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമല്ല, y is equal to എന്തുവാണ്? ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സൊല്യൂഷൻ ഈസ് y is equal to 0. y is equal to എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ എഴുതണം. എന്തായാലും മാർക്ക് കിട്ടുള്ളൂ. C1 cos 3x plus C2 sin 3x. ഇതാണ് ഇതിന്റെ ഈ ഒരു ജനറൽ ഇക്വേഷന്റെ, അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ മാതിരി അല്ല കിടക്കുന്നത്. dy by dx എന്ന ഫോമിലല്ല കിടക്കുന്നത്. ഇവിടെ y ഡബിൾ ഡാഷ് പ്ലസ് 2π by ഡാഷ് പ്ലസ് π സ്ക്വയർ y ഈക്വൽ ടു 0 എന്ന ഫോമിലാണ് കിടക്കുന്നത്. പ്രത്യേകത ഒന്നുമില്ല. y ഡബിൾ ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ d സ്ക്വയർ y ബൈ dx സ്ക്വയർ എന്ന് തന്നെയാണ്. പ്ലസ് 2π t y ബൈ dx. y ഡാഷിന് പകരം dy ബൈ dx, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് dy ബൈ dx, അതിന് പകരം y ഡാഷ് എന്ന് കൊടുക്കുന്നു. സെക്കൻഡ് ഡെറിവേറ്റീവിന് പകരം y ഡബിൾ ഡാഷ് എന്ന് കൊടുക്കുന്നു. പ്ലസ് π സ്ക്വയർ y ഈക്വൽ ടു 0. ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യന്റെ അതേ സെയിം മെത്തേഡ് അല്ലെങ്കിൽ ആ ഫോമിലോട്ട് ആയി. ഇനി നമുക്ക് എന്തുവാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്? d ബൈ dx ഈക്വൽ ടു ക്യാപിറ്റൽ D എന്ന് കൊടുക്കാം. ക്യാപിറ്റൽ D കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയായി മാറും? d സ്ക്വയർ പ്ലസ് 2π d ബൈ dx. d സ്ക്വയർ ബൈ എഴുതാം, വിട്ടുപോകരുത്. d സ്ക്വയർ ബൈ dx സ്ക്വയറിനാണ് നമ്മൾ ക്യാപിറ്റൽ D സ്ക്വയർ കൊടുക്കുന്നത്. y അതുപോലെ എഴുതുക. പ്ലസ് 2π d ബൈ dx ന് ക്യാപിറ്റൽ D, y അതുപോലെ എഴുതണം. നെക്സ്റ്റ് π സ്ക്വയർ y ഈക്വൽ ടു 0. ഈ ഇക്വേഷനിൽ നിന്ന് y കോമൺ എടുക്കാം. d സ്ക്വയർ പ്ലസ് 2π d പ്ലസ് π സ്ക്വയർ ബ്രാക്കറ്റിന്റെ പുറത്ത് y. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന കേസില് d ബൈ dx ന് ക്യാപിറ്റൽ D കൊടുത്തു. നെക്സ്റ്റ് എന്തുമാണ് ചെയ്യുന്നത്? ക്യാപിറ്റൽ D എവിടെ വരുന്നു അവിടെ എല്ലാം m കൊടുക്കണം. അതെന്തിനാണ്? ഓക്സിലറി ഇക്വേഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ക്യാപിറ്റൽ D വരുന്നിടത്ത് m സ്ക്വയർ പ്ലസ് 2π d വരുന്നിടത്ത് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? m പ്ലസ് π സ്ക്വയർ ഈക്വൽ ടു 0. ഇത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോം തന്നെയാണ് വരുന്നത്. പക്ഷെ നമുക്ക് പഠിച്ചൊരു ഫോർമുല ഓർമ്മയുണ്ടോ? നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന a പ്ലസ് b ദ ഹോൾ സ്ക്വയർ എന്ന ഫോർമുല, a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ, ആ ഒരു ഫോർമുല ഒക്കെ കിടക്കുന്നുണ്ട്. നമുക്കിതിന് m പ്ലസ് π ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന ഫോർമുലോട്ട് ആക്കാം. ഇന്ന് സ്ക്വയർ എടുത്ത് നോക്കിയേ. എമ്മിന്റെ സ്ക്വയർ m സ്ക്വയർ പ്ലസ് 2m π കിട്ടുന്നുണ്ട്. 2πm പ്ലസ് π സ്ക്വയർ കണ്ടല്ലോ. അപ്പൊ a പ്ലസ് b ദ ഹോൾ സ്ക്വയർ എന്ന ഫോർമുല ആക്കുക. ഇവിടെ m പ്ലസ് π ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. m പ്ലസ് π ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 ആണെങ്കിൽ m പ്ലസ് π ഈക്വൽ ടു 0 എന്ന് എഴുതാം. m ഈക്വൽ ടു എന്ന് വരും പ്ലസ് π, റൈറ്റ് സൈഡിൽ വരുമ്പോൾ മൈനസ് π. ഇവിടെ ഒരു റൂട്ടേ ഉള്ളൂ, മൈനസ് π എന്നുള്ള റൂട്ട്. അപ്പൊ നമുക്ക് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എഴുതുമ്പോ ഡിഫറൻറ്റ് എന്ന് പറയാനില്ല, ഒരേ റൂട്ട് ഉള്ളത് സെയിം ആണ്. സെയിം റൂട്ട് വന്നു കഴിഞ്ഞാൽ C1 പ്ലസ് C2x പുറത്ത് എന്താണ്? ഇ റൈസ് ടു എന്തുവാണ്? m x എന്നാണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ വരുന്നത്. ഇവിടെ C1 ഒരു കോൺസ്റ്റന്റ് ആണ്. C2x ഇ റൈസ് ടു mx, എമ്മിന്റെ പ്ലേസിൽ എന്താണ് വരുന്നത്? മൈനസ് π x. ഇതാണ്
കോംപ്ലിമെന്ററി ഫംഗ്ഷൻ വരുന്നത്. കഴിഞ്ഞില്ല. ഫൈനൽ ആൻസർ എങ്ങനെയാണ് എഴുതുന്നത്? y is equal to CF എന്നാണ് എഴുതേണ്ടത്. അപ്പോ അതിലോട്ട് ആക്കത്തെ എന്തുവാണ്? സെയിം ആൻസർ തന്നെയാണ്. C1 പ്ലസ് C2 x e raised to minus 5x. ഇതാണ് ഫൈനൽ ആൻസർ. അടുത്ത നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു. ഇതുവരെ നമ്മൾ ചെയ്തത് d2y/dx², അതായത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് നമ്മൾ ഇതുവരെ ചെയ്തത്. പക്ഷെ ഇവിടെ തേർഡ് d3y/dx³ എന്ന ഓർഡറിലാണ്, അതായത് തേർഡ് ഓർഡറിലാണ് കിടക്കുന്നത്. തേർഡ് ഓർഡറിലാണ് സ്റ്റാർട്ടിങ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. മെത്തേഡ് ഫസ്റ്റ് എന്തുവാണ്? d/dx ക്യാപിറ്റൽ D കൊടുക്കാം. ഈ ഇക്വേഷനില് d/dx ഇവിടെ d³ വരപ്പോ എന്ത് മാറും? d³ y അതുപോലെ എഴുതാം -2 d/dx ക്യാപിറ്റൽ D. അപ്പൊ d²/dx² ആകും ക്യാപിറ്റൽ D² y -5 d/dx ക്യാപിറ്റൽ D y അതുപോലെ എഴുതാം +6y = 0. നെക്സ്റ്റ് നിങ്ങൾക്ക് അറിയാം y കോമൺ ആയിട്ട് എടുക്കാം. d³ -2d² -5d +6 ബ്രാക്കറ്റിന്റെ പുറത്ത് y = 0. ഓക്കെ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഓക്സിലറി ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഓക്സിലറി ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാൻ ക്യാപിറ്റൽ D വരുന്നിടത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ആ ഇക്വേഷൻ m³ -2m² -5m +6 = 0. y എടുത്തത്. നേരത്തെ നിങ്ങൾക്ക് സ്ക്വയർ റൂട്ട് ഇക്വേഷൻ ആക്കും ഞാൻ പറഞ്ഞു എങ്ങനെയാണ് റൂട്ട് കാണാൻ എളുപ്പമാണ്. രണ്ട് നമ്പേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്പർ കിട്ടണം, അത് ആഡ് ചെയ്യുമ്പോൾ മിഡിൽ നമ്പർ കിട്ടണം എന്നൊക്കെയാണ് പറഞ്ഞത്. ഇവിടെ പക്ഷെ അങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ക്യൂബ് ഉണ്ട്, സ്ക്വയർ ഉണ്ട്, പിന്നെ ഒരു എല്ലിൻ്റെത് എന്താണ് ഒരു കോൺസ്റ്റന്റ്. ഇവിടെ എത്ര റൂട്ട് സ്ക്വയറിലുള്ള ഒരു ഇക്വേഷൻ ആക്കുമ്പോൾ ആ ഇക്വേഷന് എത്ര റൂട്ട് ഉണ്ടാവും കാണാൻ ഏതാണ് ഹൈയസ്റ്റ് ഓർഡർ വരുന്നത് അതായിരിക്കും അതിന്റെ റൂട്ട്. സ്ക്വയറിലുള്ള ഒരു ഇക്വേഷൻ ആകുമ്പോൾ എന്തുവാണ്? 2 റൂട്ട് കാണും. ഇവിടെ ക്യൂബിലുള്ള ഒരു ഇക്വേഷൻ ആകുമ്പോൾ അതിന് 3 റൂട്ട് കാണും. അങ്ങനെ റൂട്ട് കാണാൻ നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്ററിൽ ഫൈൻഡ് ചെയ്യാം. നമ്മൾ ഇക്വേഷൻ അടിക്കുമ്പോൾ റൂട്ട് എല്ലാം വരും. അതല്ല എങ്കിൽ ചെയ്യാനുള്ള ഒരു മെത്തേഡ് കൂടി പറഞ്ഞു തരാം. അതിന് ട്രയൽ മെത്തേഡ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എമ്മിന് m = അതായത് ഈ ഇക്വേഷനിലെ റൈറ്റ് സൈഡ് m = നമ്മൾ 1 കൊടുക്കാം. 1 കൊടുത്തപ്പോ നമുക്ക് 0 കിട്ടുന്നുണ്ടോ ആൻസർ ഒന്ന് നോക്കുക. 0 കിട്ടുവാണെങ്കിൽ ആ ഒരു നമ്പർ, അതായത് 1 എന്ന് പറയുന്ന നമ്പർ ഈ ഇക്വേഷന്റെ ഒരു റൂട്ടാണ് എന്നാണ് മീൻ. ഇത് നമ്മള് 10th പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ആദ്യം എമ്മിന് 1 കൊടുക്കാം. ഈ ലെഫ്റ്റ് സൈഡ് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് 0 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 1 കൊടുത്തപ്പോ ഈ ഇക്വേഷൻ നോക്കിയ 1³ -2 × 1² -5 × 1 +6. 1³ 1 -2 -5 +6. 1  ഉം 6 7 ആവും. -2 -5 -7 7 -7 0 കിട്ടി. റൈറ്റ് സൈഡിൽ 0 കിട്ടി. അപ്പൊ എമ്മിന് ഒരു വാല്യൂ കൊടുത്തപ്പോ എന്ത് ചെയ്യണം? ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടുവാണെങ്കിൽ നമുക്ക് എഴുതാം m = 1 ഈസ് എ റൂട്ട്. m = 1 എന്തുവാണ്? റൂട്ട് ആണെന്ന് എഴുതാം. ഇനി ഇവിടെ 0 കിട്ടിയില്ല. ഇനി നെക്സ്റ്റ് നിങ്ങൾ എടുക്കേണ്ടത് -1 കൊടുക്കേണ്ടി വരും. ഇനി -1 കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് 2 കൊടുക്കേണ്ടി വരും ഇക്വേഷനിൽ. അവിടെയും 0 വരുന്നില്ല എങ്കിൽ -2. അങ്ങനെ ഓരോ നമ്പറായിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് അത് നോക്കേണ്ട കാര്യമില്ല. കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് അത് ഫൈൻഡ് ചെയ്യാൻ എളുപ്പമാണ്. ഈ ഒരു മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞിരുന്നേ ഉള്ളൂ. അപ്പൊ m = 1 ഒരു റൂട്ട് കിട്ടി. മൊത്തം ഞാൻ പറഞ്ഞ ക്യൂബിലുള്ള ഇക്വേഷൻ ആണെങ്കിൽ 3 റൂട്ട് വരണം. ഇവിടെ ഒരു റൂട്ട് കിട്ടി. 2 റൂട്ട് കാണാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷന്റെ കോഎഫിഷ്യന്റ് എഴുതുക. അതായത് ഈ ഇക്വേഷൻ ഏതിലൊക്കെയാണ് കിടക്കുന്നത്? m³ നെക്സ്റ്റ് m² നെക്സ്റ്റ് m ലാസ്റ്റ് ഒരു കോൺസ്റ്റന്റ് നമ്പർ. ആദ്യം നമ്മള് മേളിൽ ഇങ്ങനെ എഴുതാം m³ m² m കോൺസ്റ്റന്റ്. നെക്സ്റ്റ് എഴുതേണ്ടത് ഈ m³ കോഫിഷ്യന്റ് ഇവിടെ എന്തുവാണ്? 1 ആണ്. m² കോഫിഷ്യന്റ് -2. m കോഫിഷ്യന്റ് വരുന്നത് -5 ആണ്. ഇവിടെ കോൺസ്റ്റന്റ് നമ്പർ ഏതാ? 6.
അപ്പൊ മനസ്സിലായല്ലോ, ആദ്യം ഇക്വേഷന്റെ ഏതൊക്കെ പവറിലാണ് വരുന്നത്? എം ക്യൂബ്, എം സ്ക്വയർ, എം കോൺസ്റ്റന്റ് അത് എഴുതുക. ഇനി എം ക്യൂബിന്റെ കോഷ്യന്റ് ഇവിടെ 1, എം സ്ക്വയറിന്റെ കോഷ്യന്റ് ഇവിടെ -2, എമ്മിന്റെ കോഷ്യന്റ് -5, കോൺസ്റ്റന്റ് 6. നമുക്ക് ഒരു റൂട്ട് കിട്ടി, എം = 1. ആ 1 വേണം ഇവിടെ എഴുതുന്നത്. ഇനി ബാക്കി നമ്മൾ ചെയ്തു വരുമ്പോ ഒരു സ്ക്വയറിലുള്ള ഒരു ഇക്വേഷൻ ആക്കി മാറ്റണം. അതാണ് ചെയ്യേണ്ടത്. അതിന് ചെയ്യാനുള്ള മെത്തേഡ് ശ്രദ്ധിക്കാം. ഇവിടെ ഈ ഫസ്റ്റ് ടേമിന്റെ താഴെ ഒരു 0 ഉണ്ട്. താഴോട്ട് എപ്പോഴും ആഡ് ആണ് ചെയ്യേണ്ടത്. ഓർക്കുക, താഴോട്ട് എപ്പോഴും ആഡ് ആണ് ചെയ്യേണ്ടത്. 1 + 0 എന്തുവാണ്? 1. നെക്സ്റ്റ് ഇവിടത്തെ ടേം ഫൈൻഡ് ചെയ്യാൻ, അതായത് ഇവിടെ എന്ത് ടേം ഉണ്ട് എന്ന് ഫൈൻഡ് ചെയ്യാൻ നമുക്ക് ചെയ്യേണ്ടത് ഈ കിട്ടിയ ഒരു റൂട്ട് ഇൻറ്റു, ഇവിടെ ഇങ്ങനെ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. 1 × 1. ആ കിട്ടുന്ന ആൻസർ ആണ് നമ്മളിവിടെ എഴുതുന്നത്. 1 × 1 1. ഓക്കെ. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു താഴോട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യേണ്ടത് -2 1 കൂടി ആഡ് ചെയ്തപ്പോൾ -1. നെക്സ്റ്റ് ഇങ്ങോട്ട് എന്താണ് ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്ത് വേണം ഇവിടുത്തെ ടേം എഴുതുന്നത്. അപ്പൊ ഇങ്ങോട്ട് ആഡ് ചെയ്യുക. ഇവിടെ ഓരോ ടേം കിട്ടാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്യുക. 1 × -1 എന്ത് വരും? -1 എന്ന് വരും. താഴോട്ട് ആഡ് ആണ് ചെയ്യേണ്ടത് -5 -1 -6. ഇനി 1 × -6 ചെയ്യപ്പോ -6. ഇത് ആഡ് ചെയ്ത് വെക്കുക 0. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ചെയ്ത് ശരിയാണോ എന്ന് അറിയാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ലാസ്റ്റ് എപ്പോഴും ലാസ്റ്റ് ഡിജിറ്റ് അങ്ങ് പോകും. 0 ആയിരിക്കും വരുന്നത്, ലാസ്റ്റ് ഡിജിറ്റ് പോകും, ബാക്കിയുള്ള ടേംസേ വരുള്ളൂ. അപ്പൊ ഫസ്റ്റ് ടേം 0 എഴുതുക, എന്നിട്ട് ആഡ് ചെയ്യുക. 1 + 0 1. ഇനി ഇവിടുത്തെ ടേം കണ്ടുപിടിക്കാനാണ് 1 × 1 1. താഴോട്ട് ആഡ് ആണ് ചെയ്യേണ്ടത്. -2 + 1 -1 ആണ്. ഇവിടുത്തെ ടേം കണ്ടുപിടിക്കണമെങ്കിൽ 1 × ഈ ആൻസർ -1 = -1. ഇനി ആഡ് ചെയ്ത് വെക്കുക -5 -1 -6. 1 × -6 ചെയ്യുമ്പോൾ -6, ആഡ് ചെയ്യുമ്പോൾ 0. തെറ്റിപ്പോയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള എളുപ്പ മെത്തേഡാണ്. ലാസ്റ്റ് ടേം എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും, ഉറപ്പാണത്. ഇനി ബാക്കി വരുന്ന ടേംസിന് ഇത് എം സ്ക്വയറിന്റെ കോഷ്യന്റ് ആയിരിക്കും, ഇത് എമ്മിന്റെ കോഷ്യന്റ് ആയിരിക്കും, ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതോർക്കാം. ആ ഇക്വേഷൻ ഞാൻ അങ്ങ് മാറ്റാണ്. 1m². അപ്പൊ m² എന്ന് എഴുതിയാലോ -1m എന്ന് എഴുതിയോ. അടുത്തെന്തോ -6 = 0. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷനായി ഇനി നമ്മൾ പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാം. ഒന്നല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അല്ലെങ്കിൽ രണ്ട് നമ്പർ സെലക്ട് ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യപ്പോ -6 വരണം, ആഡ് ചെയ്യപ്പോ m വന്നല്ല, ഇതിന്റെ അടുത്ത നമ്പർ ഇല്ലെങ്കിൽ 1 ഉണ്ടെന്നാണ് മെയിൻ. അപ്പൊ 1m വരണം. രണ്ട് നമ്പേഴ്സ് 2ഉം 3 സെലക്ട് ചെയ്യുവാണ്. 2 ന് 3 6 വരും. പക്ഷെ ഇവിടെ -6 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഏതോ ഒരു നമ്പർ 2 3 സെലക്ട് ചെയ്താൽ +6 അല്ലേ വരുള്ളൂ. അപ്പൊ ഏതോ ഒരു നമ്പർ മൈനസ് വരണം. 2നോ 3നോ മൈനസ് വരണം. നമ്മളൊക്കെ നോക്കാം, ഇത് ആഡ് ചെയ്യപ്പോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്തുവാണ്? ഒരു മൈനസും വരണം. ഞാനിവിടെ 3ക്ക് മൈനസ് കൊടുക്കുന്നു. ഇനി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 × -3 -6. ഇത് തമ്മിൽ ആഡ് ചെയ്യപ്പോ 2 + -3 എന്ന് പറയുമ്പോൾ -7 കിട്ടും. അപ്പൊ ഇത് നമുക്ക് റൂട്ടായിട്ട് എഴുതാം. m + 2 m -3 = 0. ഓക്കെ. ഇനി അടുത്ത m + 2 0 ആണെങ്കിൽ m = -2 ആയിരിക്കും. നെക്സ്റ്റ് കേസ് വരുന്നത് m -3 0 ആണെങ്കിൽ m = 3. അപ്പൊ m എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് m മാത്രമല്ല, ഇതിനൊക്കെ മുന്നിൽ നമ്മുടെ സയൻസ് സെക്ഷനിൽ ഫസ്റ്റ് ഒരു m കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ആ m എഴുതാൻ മറക്കരുത്. റൂട്ട് എഴുതുമ്പോൾ 1 -2 3 3 റൂട്ട് കിട്ടി. നമ്മുടെ ഇക്വേഷൻ ക്യൂബിലുള്ളതാണ്. അതുപോലെ 3 റൂട്ട് കിട്ടി. അപ്പൊ m = 1 -2 3. ഇനി റൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ എന്താണ്? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഈ റൂട്ടിന്റെ പ്രത്യേകത എന്താണ്? 3 ഡിഫറെന്റ് ആണ്. 3 ഡിഫറെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് C1 e⁻m1x, C2 e⁻m2x +C3 e⁻m3x. 3 റൂട്ടല്ലേ ഉള്ളൂ. അപ്പൊ C1 e⁻m1 1 × x, C2 e⁻m2 -2x +C3 e⁻m3 3x. ഇതാണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. അപ്പൊ y = CF എന്ന് പറയുന്നത് നമ്മുടെ എന്തുവാണ്? സൊല്യൂഷൻ എന്ന് പറയുന്നത്. സൊല്യൂഷൻ എഴുതപ്പോ y = CF. CF എന്താണ്? C1 e⁻x
ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് എഴുതാം. e⁻²(-2x) + c3 e⁻3x. ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ മെത്തേഡ് ശ്രദ്ധിക്കുക. ട്രയൽ മെത്തേഡ് എന്നാണ് പറയുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. നേരത്തെ ചെയ്ത അതേ ഒരു ടൈപ്പ് പോലെയാണ് കിടക്കുന്നത്. പക്ഷെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ് y(0 = 3) അങ്ങനെ ടേംസ് തന്നിട്ടുണ്ട്. നേരത്തെ അതേ മെത്തേഡ് ആണെങ്കിലും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ ഇക്വേഷൻ y∥ y = 0. ഫസ്റ്റ് കേസ് വരെ നിങ്ങൾ ഇതുവരെ ചെയ്യുന്നത് തന്നെയാണ്. ഓക്സിലറി ഇക്വേഷൻ ഫൈൻഡ് ചെയ്യുന്നത് വരെ സെയിം ആണ്. ഇതിനെ നോർമൽ ഇക്വേഷൻ ആക്കിയാൽ d²y/dx² + y = 0 എന്ന് വരും. നെക്സ്റ്റ് എന്താ, ഓക്സിലറി ഇക്വേഷൻ ആക്കണമെങ്കിൽ ഓക്സിലറി ഇക്വേഷന് മുന്നേ നമുക്ക് തപ്പും d/dx എന്ന് കൊടുക്കണം. ക്യാപിറ്റൽ D കൊടുത്തപ്പോ ഈ ഇക്വേഷൻ d² + y = 0. ഇക്വേഷൻ വളരെ ചെറിയൊരു ഇക്വേഷൻ ആണ്. നെക്സ്റ്റ് ക്യാപിറ്റൽ D എന്ന് കൊടുക്കാം, m കൊടുക്കണം. ആ ഇക്വേഷൻ ആണ് ഓക്സിലറി ഇക്വേഷൻ. m കൊടുത്തു വെച്ച് m². ഇവിടെ വേണമെങ്കിൽ y നമുക്ക് കോമൺ എടുക്കാം. d² + 1 പുറത്ത് y. അത് ഇവിടെ വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ കൊണ്ട് വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കോമൺ എടുത്ത് കളയാം, പ്രശ്നമില്ല. ഇവിടെ m² + 1 y എടുക്കത്തില്ല, = 0. m² + 1 = 0. ഇനി m² = -1. ഇവിടെ ശ്രദ്ധിച്ച m² - 1. ഇനി m എന്ന് പറയുന്നത് √(-1) ആണ്. √(-1) എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ +or -i, +or -i എന്നാണ്. √(-1) എന്ന് പറയുന്നത് +or -i എന്നാണ് സ്ക്വയർ റൂട്ട്. എമ്മിന്റെ വാല്യൂ +or -i. നോക്കി നോക്കിയേ, ഇത് ഐയുടെ ടേംസ് ആണ്. അപ്പൊ നമുക്കറിയാം എം എന്തുവാണ്? ഇമാജിനറി ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഫോം എന്തുവായിരുന്നു? ആൽഫ +or -i β എന്നായിരുന്നു. ഇവിടെ ആൽഫയുടെ ടേംസിൽ ഒന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുവാണ്? 0 എന്നാണ് മീനിങ്സ്. +or-. അപ്പൊ ഇവിടെ ആൽഫ എന്തുവാണ്? 0 ആയിരിക്കും. ബീറ്റ അതിന്റെ കോഷ്യന്റ്, അതിന്റെ അടുത്ത ടേംസ് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ്? 1 ഉള്ളതാണ്. ബീറ്റ 1 ആണ്. അപ്പൊ ആൽഫ 0 ബീറ്റ 1. ഇനി കോംപ്ലിമെന്ററി ഫംഗ്ഷൻ, ഇമാജിനറിയിലെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എങ്ങനെയായിരുന്നു? e⁻α(x) c1 cos βx + c2 sin βx. ഓക്കെ, e⁻α(x) ആൽഫ എന്തുവാണ്? 0x c1 cos ബീറ്റയുടെ പ്ലേസിൽ 1 ആണ്. 1 × x ആണ്. c2 sin x. ഓക്കെ, e⁻0 വാല്യൂ 1 ആണ്. നമുക്കറിയാം e⁻0 എന്തുവാണ്? 1 ആണ്. 1 × ഈ ടേംസ് ആണ്. 1 ഏത് ടേംസ് ആയാലും സെയിം ആണ്. c1 cos x + c2 sin x. ഇതാണ് നമ്മുടെ CF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ CF എന്ന് പറഞ്ഞു തീരത്തില്ല. സൊല്യൂഷൻ എന്തുവാണ്? സൊല്യൂഷൻ ഈസ് y = CF. y = c1 cos x + c2 sin x. ഇതാണ് നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇതുവരെ ആണ്. ലാസ്റ്റ് ഫൈനൽ ആൻസർ ഇങ്ങനെ എഴുതി നിർത്തുമായിരുന്നു. പക്ഷെ ഇവിടെ വേറെ y(0) 3 എന്ന് തന്നിട്ടുണ്ട്, y'(0) 0.5 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ അതായത് സൊല്യൂഷനെ നമ്മൾ y എന്നുള്ളതിനെ y(x) എന്ന് എഴുതണം. y(x) = c1 cos x + c2 sin x. ഈ ടൈപ്പ് വരുന്ന ക്വസ്റ്റ്യനില് നമ്മുടെ മെയിൻ ജനറൽ സൊല്യൂഷൻ ആയിട്ട് എഴുതേണ്ടത് y(x) = c1 cos x + c2 sin x എന്നാണ് എഴുതേണ്ടത്. ഇതിന് ഈ രണ്ട് ടേംസ് വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ c1 ഉം c2 ഉം നമുക്കൊരു വാല്യൂ ഫൈൻഡ് ചെയ്യണം. അതിനു വേണ്ടിയാണ് ഇത് തരുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ എന്താണ് c1 c2 നമ്മൾ ഫൈൻഡ് ചെയ്തിട്ട് ഇതാണ് നമ്മൾ ആ വാല്യൂ സപ്ലൈ ചെയ്യേണ്ട ജനറൽ ഇക്വേഷൻ ആയിട്ട് കണക്കാക്കേണ്ടത്. അപ്പൊ y(x) = c1 cos x + c2 sin x. നമുക്ക് ഇവിടെ തന്നെങ്കിൽ എന്തുവാണ്? y(0) 3 ആണ്. y(x)ന്റെ പ്ലേസിൽ എന്തുവാണ്? എക്സിന്റെ പ്ലേസിൽ ഇവിടെ 0 ആണ് തന്നിട്ട് y(0)യുടെ വാല്യൂ 3 ആണ്. അങ്ങനെയാണെങ്കിൽ y(x) ആണ് തന്നിരിക്കുന്നത്. y(0) എന്ന് പറയുമ്പോൾ എന്തുവാണ്? x എവിടെയൊക്കെ വരുന്നു അവിടെയെല്ലാം 0 ആവുമെന്നാണ് മീനിങ്. c1 cos y(x) അതായത് y(0) അപ്പൊ c1 cos
0 പ്ലസ് C2 sin 0 എന്ന് പറയുന്ന ആൻസർ തന്നിട്ടുണ്ട് 3 ആണ്. നമുക്കറിയാം cos 0 sin 0 0 cos 0 അപ്പൊ എന്താണ് 1 ആണ്. C1 into 1 C1 പ്ലസ് C2 into sin 0 വാല്യൂ 0. അപ്പൊ C2 ന്റെ ടേംസ് മൊത്തം 4. അപ്പൊ നമുക്ക് 0 ഈക്വൽ ടു 3. C1 ന്റെ വാല്യൂ കിട്ടി. എന്തുവാണ് 3 എന്നുള്ള വാല്യൂ കിട്ടി. അപ്പൊ ഫസ്റ്റ് y0 ഈക്വൽ ടു 3 എന്നുള്ളത് എടുക്കപ്പോ നമുക്ക് C1 എന്നുള്ള കോൺസ്റ്റന്റ് കിട്ടി. ഇനി നെക്സ്റ്റ് നോക്കിയാൽ y ഡാഷ് ഓഫ് 0 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, y ഓഫ് x തന്നിട്ടുണ്ട്. എന്ത് നമ്മൾ കാണണം, y ഡാഷ് ഓഫ് x ആദ്യം കാണണം. അത് കണ്ടതിന് ശേഷമേ x ന്റെ പ്ലേസിൽ എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റൂ, 0 അപ്ലൈ ചെയ്യാൻ പറ്റൂ. y ഡാഷ് ഓഫ് x എടുത്തപ്പോ C1 കോൺസ്റ്റന്റ് ആണ്. cos x ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം മൈനസ് sin x ആണ്. മൈനസ് ഫ്രണ്ടിൽ വരുന്നു, മൈനസ് sin x പ്ലസ് C2 കോൺസ്റ്റന്റ്. sin x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് cos x. ഇതാണ് y ഡാഷ് ഓഫ് x. ഇവിടെ y ഡാഷ് ഓഫ് x അല്ല പറഞ്ഞിരിക്കുന്നത്, y ഡാഷ് ഓഫ് 0 ആണ് പറഞ്ഞിരിക്കുന്നത്. y ഡാഷ് ഓഫ് 0 5. അതായത് ഈ x വരുന്നിടത്തെല്ലാം 0 അപ്ലൈ ചെയ്യുക. മൈനസ് C1 sin 0 പ്ലസ് C2 cos 0 അപ്ലൈ ചെയ്യുമ്പോ ആൻസർ തന്നിട്ടുണ്ട്. എന്തുവാണ് 0.5 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നോക്കിയേ sin 0 0. അപ്പൊ ഈ ടേംസ് പോയി. ഓക്കെ, cos 0 1 ആണ്. അവിടെ എന്ത് മാത്രമേ വരുള്ളൂ, C2 മാത്രമേ വരുള്ളൂ. ഈക്വൽ ടു 0.5. C1 ഉം C2 ഉം കിട്ടി. C1 3 കിട്ടി, C2 0.5 എന്ന് കിട്ടി. നമ്മുടെ ഫൈനൽ ആൻസർ എഴുതപ്പോ നമ്മുടെ ഫൈനൽ ആൻസർ എന്തുവാണ്, ഇതായിരുന്നു നമ്മുടെ സൊല്യൂഷന്റെ ഫോം. അപ്പോ നമ്മുടെ ഫൈനൽ ആൻസർ എഴുതപ്പോ നമ്മൾ എഴുതേണ്ടത് ദ സൊല്യൂഷൻ ഈസ് ദ ജനറൽ സൊല്യൂഷൻ എന്നോ എങ്ങനെ വേണോ എഴുതാം. ദ ജനറൽ സൊല്യൂഷൻ ഈസ് y ഓഫ് x ഈക്വൽ ടു C1. C1 ന്റെ പ്ലേസിൽ നമുക്ക് വാല്യൂ 3 cos x പ്ലസ് C2 0.5 sin x. ഇതിന്റെ വാല്യൂസ് ഒന്നും കാണുക. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് എന്തുവാണ്, ഈ ഇതുവരെ തന്നിട്ടുള്ളൂ എങ്കിൽ നമ്മൾ ഓക്സിലറി ഇക്വേഷൻ കണ്ട് കോംപ്ലിമെന്ററി ഫംഗ്ഷനും കണ്ട് സൊല്യൂഷൻ കണ്ടാൽ മതി. അതിന്റെ കൂടെ ഈ y ഓഫ് 0 ഈക്വൽ ടു എന്നും y ഡാഷ് ഓഫ് 0 എന്നും പറഞ്ഞ് പ്രത്യേകിച്ച് വാല്യൂ വരികയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ വരുന്ന കോൺസ്റ്റന്റിന്റെ വാല്യൂ കാണുന്നതാണ്. ഇവിടെ C1 C2 മാത്രമേ കോൺസ്റ്റന്റ് വരുന്നുള്ളതുകൊണ്ട് 2 വാല്യൂ കണ്ടാൽ മതി. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കഴിഞ്ഞ് നിങ്ങൾ സൊല്യൂഷൻ എഴുതി കഴിഞ്ഞ് y ഈക്വൽ ടു എന്ന് പറഞ്ഞാണ് നമ്മൾ y ഈക്വൽ ടു CF എന്ന് പറഞ്ഞാണ് എഴുതുന്നത്. പക്ഷെ ഇവിടെ എഴുതപ്പോ y ഈക്വൽ ടു എന്നുള്ളതിന് പകരം y ഓഫ് x എന്ന് എഴുതണം. y ഓഫ് x ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതിയതിനു ശേഷം ആ C1 C2 ഫൈൻഡ് ചെയ്യാൻ, C1 ഫൈൻഡ് ചെയ്യാൻ ആദ്യത്തെ y ഓഫ് 0 എടുത്തിട്ടാണ് C1 ഫൈൻഡ് ചെയ്തത്. അതായത് x എവിടെ വരുന്നു അവിടെ എല്ലാം 0 ആയി. അത് C2 ഫൈൻഡ് ചെയ്യണമെങ്കിൽ y ഡാഷ് ഓഫ് 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ y ഓഫ് x ഉള്ളൂ, y ഡാഷ് ഓഫ് x കാണും. y ഡാഷ് ഓഫ് x ഇതാണ് എന്താ കണ്ടിട്ട് വേണം നമ്മൾ y ഡാഷ് ഓഫ് x ന് പകരം 0 അപ്ലൈ ചെയ്തിട്ട് C2 കാണാം. ലാസ്റ്റ് C1 ഉം C2ന്റെ വാല്യൂ നമ്മുടെ ജനറൽ സൊല്യൂഷൻ അതായത് ഈ ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതിന്റെ ഓർഡർ നിങ്ങൾ നോക്കാം. by 4th ആണ്. നേരത്തെ ചെയ്തത് 3rd ഓർഡർ ആണ്, ഇത് 4th ഓർഡർ ആണ്. സ്റ്റെപ്പ് ഇതുവരെ ചെയ്യുന്ന പോലെ തന്നെ അതിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഇതിന് നോർമൽ ഒരു ഇക്വേഷൻ ആക്കി മാറ്റാം. എങ്ങനെയാണ്, d raised to 4 by dx raised to 4. 4th ഓർഡർ ആണ്. 5 by ഡബിൾ ഡാഷ്. അപ്പൊ എന്തുവാണ്, സെക്കൻഡ് ഓർഡർ ആണ്, ഡബിൾ ഡാഷ്. അപ്പൊ d2 by dx2. ഇതിനിടയ്ക്ക് ക്യൂവിന്റെ ടേംസ് ഇല്ലാന്ന് എഴുതിയ ഒരു പ്രോബ്ലം ഒന്നും ഇല്ല. നമുക്ക് എന്താണോ നടക്കുന്നത് അതങ്ങ് എഴുതുക. പ്ലസ് 4 by equal to 0. ഈ സ്റ്റെപ്പ് എഴുതാക്കും. d by dx ന് ക്യാപിറ്റൽ d. d raised to 4 ആണ്. അപ്പൊ എന്തുവാണ്, ക്യാപിറ്റൽ d raised to 4 by അതുപോലെ എഴുതുക മൈനസ് 5 d2 by dx2 എന്തായി മാറും, d2 by അതുപോലെ എഴുതുക പ്ലസ് 4 by equal to 0. ഈ y കോമൺ എടുക്കുന്നു. d raised to 4 മൈനസ് 5 d2 പ്ലസ് 4 into y equal to 0. ഓക്കെ, നെക്സ്റ്റ് ഓക്സിലറി ഇക്വേഷൻ ആണ്. നെക്സ്റ്റ് ഓക്സിലറി ഇക്വേഷൻ എങ്ങനെയാണ്, ക്യാപിറ്റൽ D is equal to E. എങ്ങനെയായി മാറി ഇക്വേഷൻ, m raised to 4.
മൈനസ് 5m സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0. y എടുക്കില്ല. ആക്സിലറി ഇക്വേഷൻ ആക്കി മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഏതാണ് ഹയസ്റ്റ്, ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ എത്ര റൂട്ട്സ് ഇതിനകത്ത് കാണും? 4 റൂട്ട് കാണും. ഹയസ്റ്റ് എന്തുവാണ്? പവറായിട്ട് കിടക്കുന്നത് 4 ആണ്. 4 റൂട്ട്സ് കാണണം. 4 റൂട്ട്സ് കാണാൻ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഈ m raised to 4 ഞാൻ m സ്ക്വയർ ദ ഹോൾ സ്ക്വയർ, വേറെ വ്യത്യാസം ഇല്ല. സ്ക്വയർ 2 കൂടി 4 m raised to 4 എന്ന് വരും. m സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് 5m സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0 എന്ന ഫോമിലോട്ട് മാറ്റുന്നു. അപ്പൊ നമ്മള് നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഇതുവരെ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യപ്പോ എന്ത് ചെയ്യണം? +4 കിട്ടണം. ആഡ് ചെയ്യപ്പോ -5 കിട്ടണം. അങ്ങനെ രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യപ്പോ 4 കിട്ടണമെങ്കിൽ 1 4 എടുക്കുന്നു. 1 into 4 അല്ലാതെ 2 എടുത്തു കഴിഞ്ഞാൽ 4 കിട്ടും. പക്ഷെ അത് ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടത്തില്ല. അപ്പൊ 1 4 എടുക്കുന്നു, മൾട്ടിപ്ലൈ ചെയ്യപ്പോ 4 കിട്ടും, +4. ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഇത് ആഡ് ചെയ്യപ്പോ -5 ആണ് വരുന്നത്. -5 പറഞ്ഞെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും? മൈനസ് വാല്യൂ ആയിരിക്കണം. -1 into -4 +4. ഓക്കെ, രണ്ടും കൂടി ആഡ് ചെയ്യപ്പോ -5 m² എന്ന് വരും. ഇതിനെ നമ്മള് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയപ്പോ m സ്ക്വയറിലാണ്, അല്ലാതെ ഇപ്പൊ സ്ക്വയറിന്റെ താഴെ എന്താണ് m സ്ക്വയർ ആയിട്ടാണ് ടേം കിടക്കുന്നത്. നിങ്ങൾ റൂട്ട്സ് ആയിട്ട് എഴുതി ശ്രദ്ധിക്കേണ്ടത് m സ്ക്വയർ ഏതാണ് ഫസ്റ്റ് ടേം? -1 into m സ്ക്വയർ -4 ആണ് നെക്സ്റ്റ് ടൈം ഈക്വൽ ടു 0. ഇവിടെ m സ്ക്വയർ വന്നത് എന്താണെന്ന് ചിന്തിക്കാൻ നമ്മള് ഈ m raised to 4 എന്ന് പറഞ്ഞ ഹയസ്റ്റ് പവറിന് സ്മോളസ്റ്റ് പവർ ആക്കാൻ വേണ്ടി നമ്മൾ m സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആക്കി. അപ്പൊ ഇതൊരു ടേം ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്, m സ്ക്വയർ എന്നൊരു ടേം. ഇനി m രണ്ടിനും ഇക്വേറ്റ് ചെയ്യുക. m സ്ക്വയർ -1 ഈക്വൽ ടു 0. നെക്സ്റ്റ് എന്താണ്? m സ്ക്വയർ -4 ഈക്വൽ ടു 0. ഇവിടെ m സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? +1. m is equal to ±1. Okay, next m square equal to +4. m is equal to ±4 the square root 2 ആണ്. അപ്പൊ ടോട്ടലി നോക്കേണ്ടത് ഇവിടെ m എത്രണ്ണം വരും? ഇവിടെ 2 എണ്ണം വരുന്നു. +1 വരുന്നു, -1 വരുന്നു. നെക്സ്റ്റ് എന്തുവാണ്? +2 വരുന്നു, -2 വരുന്നു. അപ്പൊ 4 റൂട്ട് ഉണ്ട്. 4 സെയിം അല്ല, കാരണം സൈനിന്റെ ഡിഫറൻസ് ഉണ്ട്. അത് 4 സെയിം അല്ല, 4 ഡിഫറെന്റ് റൂട്ടാണ്. ഡിഫറെന്റ് റൂട്ടാണെങ്കിൽ നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പഠിച്ചു. എന്തുവാണ്? C1 e raised to എന്താണ്? m1x plus C2 e raised to m2x plus C3 e raised to m3x. ഈ ഒന്നും ഇവിടെ ഉണ്ട്. എന്തുവാണ്? C4 e raised to m4x. ഓക്കെ, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എഴുതിക്കുക. C1 e raised to m1 1 ആണ്, 1 into x ആദ്യത്തെ, പ്ലസ് C2 e raised to m2 എന്താണ്? -1 ആണ്, -x പ്ലസ് C3 e raised to m3 2 ആണ്, 2x. നെക്സ്റ്റ് C4 e raised to -2x എന്ന് വരും. ഇതാണ് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഫൈനൽ ആൻസർ നമ്മൾ എഴുതപ്പോ എങ്ങനെയാണ് എഴുതുന്നത്? എന്തുവാണ്? TF ആണ്. അത് എഴുതപ്പോ ഈ ആൻസർ ആണ് നമ്മളെ എഴുതുന്നത്. C1 e raised to x plus C2 e raised to -x plus C3 e raised to 2x plus C4 e raised to -2x. ഓരോ ക്വസ്റ്റ്യനും ഓരോ വെറൈറ്റി ആണ്. ഇനി അങ്ങോട്ട് ഒരു ക്വസ്റ്റ്യനും ഇതിന്റെ ഹയർ ഓർഡർ ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻ, അതായത് കുറച്ചുകൂടി ടഫായാണ് ഓരോ ക്വസ്റ്റ്യനും അങ്ങോട്ട് പോകുന്നത്. ഓക്കെ.